കമ്പനികളെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 റിപ്പോർട്ടുകളാണ് അക്കൗണ്ട്സ് റിസീവബിൾ റിപ്പോർട്ടും അക്കൗണ്ട്സ് പേയബിൾ റിപ്പോർട്ട് എന്നും പറയുന്നത്. അതിൽ അക്കൗണ്ട്സ് റിസീവബിൾ റിപ്പോർട്ടിനെ കുറിച്ചുള്ള വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ടായിരുന്നു. അക്കൗണ്ട്സ് പേയബിൾ റിപ്പോർട്ട് എന്താണ് എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കമ്പനികളിൽ ക്രെഡിറ്റ് പർച്ചേസ് നടത്തുമ്പോഴാണ് അക്കൗണ്ട്സ് പേയബിൾ റിപ്പോർട്ട് തയ്യാറാക്കാനായിട്ട് വരുന്നത്. ഈ ഒരു റിപ്പോർട്ടിന്റെ സഹായത്തോടുകൂടിയാണ് കമ്പനി മാനേജ്മെന്റ് അവരുടെ ഏതൊക്കെ ക്രെഡിറ്റേഴ്സിന്റെ ഏതൊക്കെ പർച്ചേസ് ബില്ലുകളുടെ എമൗണ്ട് ആണ് പെൻഡിങ് നിൽക്കുന്നതെന്ന് ട്രാക്ക് ചെയ്യുന്നു. ഈ ഒരു റിപ്പോർട്ട് തയ്യാറാക്കുന്നതിലൂടെ കമ്പനി മാനേജ്മെന്റിന് ക്രെഡിറ്റേഴ്സ് പറഞ്ഞിരിക്കുന്ന സമയത്തിനുള്ളിൽ തന്നെ അല്ലെങ്കിൽ അതിന് മുന്നമായിട്ട് തന്നെ പേയ്മെന്റ് കൊടുത്തു തീർക്കാനും അതിനു വേണ്ടിയിട്ടുള്ള ഫണ്ട് സമാഹരിക്കാനും സാധിക്കും. ഇതിലൂടെ ഈ ഒരു പേയ്മെന്റ് നമ്മൾ കൃത്യസമയത്ത് തന്നെ പേയ്മെന്റ് നടത്തുന്നതിലൂടെ കമ്പനിമേലുള്ള വിശ്വാസം ക്രെഡിറ്റേഴ്സിന് കമ്പനിയിന്മേലുള്ള വിശ്വാസം ഉറപ്പുവരുത്താനും ഈ റിപ്പോർട്ട് നമ്മളെ സഹായിക്കുന്നുണ്ട്. ഇനി ടാലിയിൽ നിന്ന് ഈ റിപ്പോർട്ട് എടുക്കുന്ന എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. കമ്പനി ഓപ്പൺ ചെയ്തിട്ട് ഗേറ്റ്വേ ഓഫ് ടാലിയിൽ നിന്ന് ഡിസ്പ്ലേ മോർ റിപ്പോർട്ട്സ് എടുക്കുക. സ്റ്റേറ്റ്മെന്റ് ഓഫ് അക്കൗണ്ട്സ്, ഔട്ട്സ്റ്റാൻഡിങ്സ്, പേയബിൾസ്. പേയബിൾസ് എടുക്കുമ്പോൾ നമുക്ക് ഈ രീതിയിലുള്ള ഒരു റിപ്പോർട്ട് കിട്ടും. ഇതിൽ എന്തൊക്കെയാണ് വന്നിരിക്കുന്നത് നോക്കാം. ഫസ്റ്റ് ഡേറ്റ് ആണ്, നമ്മൾ പർച്ചേസ് ചെയ്തിരിക്കുന്ന ഡേറ്റ്, പർച്ചേസ് ബില്ലിൻ്റെ നമ്പർ, പാർട്ടീസ് നെയിം, ഏത് പാർട്ടിയിൽ നിന്നാണ് നമ്മൾ പർച്ചേസ് ചെയ്തിരിക്കുന്നത്, പെൻഡിങ് എമൗണ്ട്, ആ പാർട്ടിക്ക് നമ്മളിനി എത്ര രൂപയാണ് കൊടുക്കാനുള്ളത്. ഡ്യൂ ഓൺ ഡേറ്റ് ആണ് അടുത്തത്. ഡ്യൂ ഓൺ ഡേറ്റ് വരുന്നത് നമ്മുടെ ക്രെഡിറ്റ് പീരീഡിനനുസരിച്ചിട്ടായിരിക്കും. അതായത് നമ്മളൊരു ക്രെഡിറ്റ് പർച്ചേസ് നടത്തുമ്പോൾ നമ്മുടെ ക്രെഡിറ്റേഴ്സ് അല്ലെങ്കിൽ സപ്ലയേഴ്സ് ഒരു 30 ദിവസത്തിനുള്ളിലോ അല്ലെങ്കിൽ ഒരു 45 ദിവസത്തിനുള്ളിലോ ആയിട്ട് പേയ്മെൻറ്റ് തന്നാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു പീരീഡിനനുസരിച്ചിട്ടാണ് ഇവിടെ ഡ്യൂ ഓൺ ഡേറ്റ് വരുന്നത്. പിന്നെ ഓവർ ഡ്യൂ ബൈ ഡേയ്സ്. ഓവർ ഡ്യൂ ബൈ ഡേയ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്യൂ ഡേറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ ഓപ്പൺ ചെയ്യുന്ന ദിവസം വെച്ച് ഡ്യൂ ഡേറ്റ് കഴിഞ്ഞിട്ട് എത്ര ദിവസമായി എന്നാണ് കാണിക്കുന്നത്. ഇവിടെ ഇപ്പോൾ നമ്മൾ 30/4 ഓപ്പൺ ചെയ്തേക്കുന്നത്. അപ്പോൾ ക്രെഡിറ്റ് പീരീഡ് 5/5 വന്നിരിക്കുന്നത്. അതായത് 5/5 വരുന്നതേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ ഓവർ ഡ്യൂ ബൈ ഡേയ്സ് ഒന്നും വരാത്തത്, ഡ്യൂ ഡേറ്റ് കഴിഞ്ഞിട്ടില്ല. ഇനി നമ്മൾ 26/4 ബില്ലെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഡ്യൂ ഡേറ്റ് വന്നിരിക്കുന്നത് 26/4. അപ്പോൾ നമ്മൾ 30/4 വെച്ച് നോക്കുമ്പോഴേക്കും ഡ്യൂ ഡേറ്റ് കഴിഞ്ഞിട്ട് 4 ദിവസമായെന്നാണ് ഓവർ ഡ്യൂ ബൈ ഡേയ്സിൽ കാണിക്കുന്നത്. ഈ ഒരു റിപ്പോർട്ട് വെച്ചുകൊണ്ട് കമ്പനി മാനേജ്മെൻറ്റിന് അവരുടെ ഏതൊക്കെ ക്രെഡിറ്റേഴ്സിൻ്റെ ഏതൊക്കെ പർച്ചേസ് ബില്ലിൻ്റെ എമൗണ്ട് ആണ് അടയ്ക്കാനുള്ളതെന്നും ഡ്യൂ ഡേറ്റ് നോക്കിക്കൊണ്ട് അവർക്കത് കൃത്യസമയത്ത് തന്നെ പേയ്മെൻറ്റ് നടത്താനും സാധിക്കുന്നതാണ്. ഈ രീതിയിലുള്ള ഒരു റിപ്പോർട്ട് നമ്മുടെ ടാലിയിൽ ജനറേറ്റ് ചെയ്ത് വരണം എന്നുണ്ടെങ്കിൽ നമ്മൾ ക്രെഡിറ്റ് പർച്ചേസ് ടാലിയിൽ എൻറ്റർ ചെയ്യുമ്പോൾ ആ പർച്ചേസിൻ്റെ ബിൽ വൈസ് ഡീറ്റെയിൽസ് കറക്റ്റായിട്ട് കൊടുത്തിരിക്കണം. ഞാനിവിടെ ജസ്റ്റ് ഒന്ന് ഒരു പർച്ചേസ് ബില്ല് എടുത്ത് കാണിക്കുകയാണ്. നമ്മുടെ പാർട്ടിയുടെ പേരും പർച്ചേസ് നടത്തിയ ഡേറ്റും ഐറ്റംസും എല്ലാം കറക്റ്റായിട്ട് കാണിച്ചിട്ട് ബിൽ വൈസ് ഡീറ്റെയിൽസും കറക്റ്റായിട്ട് നമ്മൾ കൊടുത്തിരിക്കണം. ഇപ്പോൾ ഇവിടെ പെൻഡിങ് എമൗണ്ട് ആണെങ്കിൽ നമ്മളിവിടെ ന്യൂ റഫ് എന്ന് കൊടുത്തിരിക്കണം. പർച്ചേസ് ബില്ലിൻ്റെ നമ്പർ കൊടുക്കണം. ഡ്യൂ ഡേറ്റ്, ക്രെഡിറ്റ് പീരീഡ് എത്രയാണെന്നുള്ളത് ഇവിടെ കൊടുത്തിരിക്കണം. ഇത്രയും കൊടുത്ത് നമ്മൾ സേവ് ചെയ്താൽ മാത്രമേ നമ്മുടെ ഒരു പർച്ചേസ് ബില്ല് സേവ് ചെയ്താൽ മാത്രമാണ് നമ്മുടെ പേയബിൾ റിപ്പോർട്ടിൽ അക്കൗണ്ട്സ് പേയബിൾ റിപ്പോർട്ട് ഈ രീതിയിൽ കിട്ടത്തുള്ളൂ. ഈ ഒരു റിപ്പോർട്ടിനെ നമ്മൾ ട്രേഡ് പേയബിൾ റിപ്പോർട്ട് എന്നും വിളിക്കാറുണ്ട്. ഇതിനകത്ത് കാണുന്ന എമൗണ്ട് അത്രയും, ഈ റിപ്പോർട്ടിൽ കാണുന്ന എമൗണ്ട് അത്രയും കമ്പനിക്ക് കൊടുക്കാനുള്ളതായതുകൊണ്ട് കമ്പനികൾ ഇത് ബാലൻസ് ഷീറ്റിൽ കറണ്ട് ലയബിലിറ്റി ആയിട്ടായിരിക്കും റെക്കോർഡ് ചെയ്യുന്നത്.